ഹേ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ തൃഷയുടെ ഈ ഒരു ഔട്ട്ഫിറ്റില്ലേ അതൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. സെയിം എക്സാക്ട് ലുക്ക് നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ, ഏകദേശമാണ് കൊടുക്കുന്നത്. കാരണം അതിലെ ഹാൻഡ് വർക്കല്ലേ, അതിന് പകരം നമ്മൾ അതിനേക്ക് സെയിം മാച്ചിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാട്ടോ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാലിക്കറ്റുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. താഴത്തെ അതിൽ കണ്ട ഒരു റെഡ് കളർ അതിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആ റെഡ് കളറുള്ളതും കൂടെ ഒന്ന് മെറ്റീരിയൽ തിരഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ അവളുടെ മെഷർമെൻറ്റ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഓരോ പാറ്റേൺസ് ആകുമ്പോൾ നമുക്ക് അതിൽ എല്ലാ മെഷർമെൻറ്റ്സും നമ്മൾ എടുത്ത് വെക്കണം. അതായത് മൈന്യൂട്ടായിട്ട് വരുന്ന ചെറിയ ചെറിയ കട്ടിങ് ആണെങ്കിൽ പോലും ആ സൈഡിലൊക്കെ ഉള്ള മെഷർമെൻറ്റ്സ് നമ്മൾ എടുത്ത് വെക്കണം കേട്ടോ. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി നീറ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഇതിൽ കണ്ടോ, ഇതിലിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കട്ടിങ് കൂടെ അല്ല വരുന്നത്. ഓൾറെഡി അത് പ്രിൻസസ് കട്ടാണ്. പിന്നെ പ്രിൻസസ് കട്ടിൻ്റെ സൈഡിലൂടെ അങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ ഒരു മെഷർമെൻറ്റ്സ് കൂടെ നമ്മൾ എടുക്കണം കേട്ടോ. എന്നിട്ട് ഞാൻ ആദ്യം ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം മെയിൻ മെറ്റീരിയൽ കൊടുത്ത് കട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇങ്ങനത്തെ പാറ്റേൺസൊക്കെ ആകുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഞാൻ ആ മെഷർമെൻറ്റ്സൊക്കെ വെച്ചിട്ട് പേപ്പറിൽ ആ ഒരു ഷേപ്പിംഗ് ഇല്ലേ അതങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അതിനനുസരിച്ച് ഞാൻ ആ പേപ്പർ വെച്ചിട്ടാണ് പിന്നെ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലൈനിങ് ഫുൾ കട്ട് ചെയ്തു, എല്ലാ സംഭവങ്ങളും കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ ചെസ്റ്റിൻ്റെ ആ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചു, അങ്ങനെ ബോൾസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ബോൾസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒന്നെങ്കിൽ ഇങ്ങനെ മുത്തുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. ഞാനിങ്ങനെ എൻ്റെ മെറ്റീരിയൽ ബാക്കിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബാലൻസ് മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു പീസ് ക്ലോത്തിൽ ഇങ്ങനെ ബോൾസായിട്ട് കെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നുള്ളത്. അതും ഒരു ഈസി പ്രോസസ്സാണ്. ഇതിനും ചെറിയ ബോൾസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ട് തന്നെയുള്ള ബോൾസ് മേടിക്കാൻ കിട്ടും. അങ്ങനെയുള്ള ആ ബോൾസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ക്ലോത്തിൽ ചുറ്റിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ആ ലൈനിങ് വെച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ ചെയ്തത്. ഞാൻ എപ്പോഴും ലൈനിങ് നല്ല സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ചെയ്യാറില്ല, അങ്ങനെയാണ് ചെയ്യാറ്. അതാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി നീറ്റായിട്ട് എപ്പോഴും കിട്ടാറുണ്ട്. പിന്നെ ഇതുപോലെ ഇങ്ങനെ ബോൾസ് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഈ സൈഡ് ഫുള്ളായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയൺ ചെയ്തിട്ട് വേണം കേട്ടോ എല്ലാ സ്റ്റെപ്പും ചെയ്യാൻ. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു പെർഫെക്ഷൻ കിട്ടും. നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. അതിനാണ് നമ്മളിങ്ങനെ അയൺ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ പ്രിൻസസ് കട്ടിൻ്റെ ആ പോർഷൻ ഞാൻ ഓൾറെഡി ലൈനിങ് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ട് അവിടെ പിന്നെയും ജോയിൻ ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ അയൺ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് മെഷർമെൻറ്റ്സ്. നമ്മളെപ്പോഴും മെഷർമെൻറ്റ്സ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോയിൻ്റ് കറക്റ്റ് അല്ലേ, നെക്ക് കറക്റ്റ് ആയിട്ടില്ലേ. കാരണം പിന്നെ നമുക്കതിങ്ങനെ അഴിച്ച് പണിയാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ ആ പോർഷനും ഇപ്പോൾ കാണിച്ചില്ലേ, ആ ഒരു പോർഷനും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമ്മളൊന്ന് കറക്റ്റ് മെഷർമെൻറ്റും കൂടെ ചെക്ക് ചെയ്തിട്ട് അതും കൂടി ഒന്ന് അവിടെ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ലൈനിങ് വെച്ച് അടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിടില്ലേ, ആ ഒരു പ്രോസസ്സാട്ടോ ഞാൻ അങ്ങനെയാണ് ഫുള്ളായിട്ട് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് ക്രേപ്പ് ലൈനിങ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട്. ഒരു ക്രേപ്പ് പ്ലസ് ഒരു കോട്ടനും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പക്ഷേ ഇപ്പം എൻ്റെ അടുത്ത് ആ ലൈനിങ് ഇല്ലായിരുന്നു. പിന്നെ നമുക്കിത് പെട്ടെന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടതായിരുന്നു. കാരണം നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ സിസ്റ്റർക്ക് വേണ്ടിയാട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്, അത് പറഞ്ഞില്ല അല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കോട്ടൺ ചൂസ് ചെയ്യാതിരുന്നത്, കോട്ടനും കൂടി പ്ലസ് ആഡ് ചെയ്യാതിരുന്നത്. ലൈനിങ് ക്രേപ്പ് മാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ കോട്ടനും കൂടി വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. പിന്നെ ഞാൻ ബാക്ക് പോർഷനിൽ സിബ് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടും നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് നോർമൽ അംബർല കട്ട് ചെയ്തിട്ട് ബോർഡർ കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ആ ഒരു നമ്മൾ ആ ഹാൻഡ് വർക്കിൻ്റെ പകരം അവിടെ മെറ്റീരിയൽ ചൂസ് ചെയ്തത് ആക്ച്വലി ഇത് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ ലുക്ക്, ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. എന്തെങ്കിലും ഡൗട്ടോ, ഞാനിപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് ചോദിച്ചാൽ മതി കേട്ടോ.